അപ്പം നമുക്ക് 2 സോപ്പ് കൂടെ എടുക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനും നമുക്ക് സ്കിന്നിന് ഏറ്റവും സൂപ്പറായിട്ടുള്ള. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സോപ്പാണ് കാറ്റുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കാറ്റുകാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ലിപ്പൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കും. അതൊക്കെ മാറാനായിട്ട് ലിപ്പിന് നമ്മൾ ലിപ് ബാം എന്തായാലും അപ്ലൈ ചെയ്യണം. നമ്മുടെ കയ്യിൽ ലിപ് ബാമുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പിന്റെ കാര്യമല്ലേ പറഞ്ഞു തന്നെ. അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു സോപ്പ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അത് ഏത് സോപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്കിന്റെ സോപ്പാണ്. തേങ്ങാപ്പാൽ കൊണ്ടുള്ള സോപ്പാണ്. നമ്മൾ ഈ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഒക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നേരെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് സോപ്പ് മേക്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പിന്റെ ബേസ് വന്നിട്ടുള്ളത് സാധാ ബേസ് അല്ല കേട്ടോ, ഒപ്പാക്യൂന്റെ ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒപ്പാക്യൂന്റെ ബേസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ കോക്കനട്ടിന്റെ പൗഡർ, നമ്മൾ തേങ്ങ ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡർ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇങ്ങനെ ചെയ്യാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷിയ ബട്ടർ ആണ്. നമ്മൾ റിഫൈൻഡ് ഷിയ ബട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഗ്ലിസറിൻ, പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ജോജോബ ഓയിലാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അതിനും സ്യൂട്ട് ആയിട്ടുള്ള ഒരു സോപ്പാണ് നമ്മളിന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത്. 1 ഇയറിന്റെ മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1 ഇയറിന് താഴെയാണെങ്കിൽ നമ്മൾ pH 5.5 ബേസ് വെച്ചിട്ടുള്ള സോപ്പ് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഷിയ ബട്ടർ, ഗോഡ് മിൽക്കിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒപ്പാക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിലും ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല് എടുത്തിട്ട് അതിന്റെ പാലെടുത്തിട്ട് ചെയ്യുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും, നമ്മുടെ സോപ്പ് പെട്ടെന്ന് നാശമായി പോട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 3 സോപ്പിലേക്കുള്ള ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ബേസ് ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ് ജാറിലാണ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്ലവർ മോൾഡില്, റോസ് ഫ്ലവറിന്റെ മോൾഡിലാണ് ഇത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഷിയ ബട്ടറും ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഷിയ ബട്ടർ ഞാൻ ഇതുപോലെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഓൾറെഡി ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഷിയ ബട്ടറൂടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ 300 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് അതിനെക്കാട്ടും കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റോസ് വാട്ടറൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് DM വാട്ടറും ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. റെഡിക്ക് അപ്പോൾ നമ്മുടെ മിൽക്ക് പോലെ കറക്റ്റ് ആ മിൽക്കിൻ്റെ പരുവത്തിലേക്ക് വരും. അപ്പോൾ ആ പൗഡർ നമ്മൾ റോസ് വാട്ടറിൽ നല്ലോണം എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. റെഡിക്ക് നമ്മുടെ മിൽക്ക് പോലെ ഇരിക്കും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ
വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ഗ്ലിസറിൻ, ജോജോബ ഓയിൽ എല്ലാം ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. അതൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ വൈറ്റമിൻ ആണെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ആണെങ്കിൽ 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇപ്പോൾ ടാബ്ലറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ നമുക്ക് 1 ടാബ്ലറ്റ് എങ്ങനെയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1 അല്ലെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ 1-2 ഡ്രോപ്പ് ജോജോബ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഗ്ലിസറിനും 1-2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 3 എണ്ണത്തേക്കുള്ള കാരണം കൊണ്ടാണ് നമ്മളെല്ലാം കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ഐറ്റംസ് ഒക്കെ കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഷിയ ബട്ടർ നല്ലതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് നല്ലതുപോലെ മെൽറ്റായി വന്നപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഷിയ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക്, കോക്കനട്ടിൻ്റെ മിൽക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് പൗഡർ മിക്സ് ചെയ്ത് നമ്മളൊരു മിൽക്ക് പരുവത്തിലാക്കിയത് നമ്മൾ നമ്മുടെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിലെന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ നമ്പർ നമ്മുടെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതിന് സ്യൂട്ടായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്മെല്ല് നമ്മളെപ്പോഴും അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒപ്പാക്യൂവിൻ്റെ ബേസ് കട്ടിയായി പോട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇതേ 75 ഗ്രാമിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ റോസ് ഫ്ലവറിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 4 സോപ്പിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 300 ഗ്രാം എടുത്തപ്പോൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ എല്ലാം ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബബിൾസ് വരുന്നത് മാറാനായിട്ട് നമ്മൾ റബ്ബിങ് ആൽക്കഹോളോടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1-2 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് നമ്മുടെ സോപ്പ് എടുക്കാം. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു റോസാപ്പൂ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സോപ്പ്. നമ്മുടെ കോക്കനട്ട് മിൽക്കിന്റെ സോപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് 2 സോപ്പ് കൂടെ എടുക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനും നമുക്ക് സ്കിന്നിന് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ. കോക്കനട്ട് മിൽക്കിന്റെ നമ്മുടെ തേങ്ങാപ്പാലിന്റെ സോപ്പ്. എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മുടെ സോപ്പ് കാണാനായിട്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോപ്പാണ്. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ നമ്മുടെ സോപ്പ് കാണാൻ. അതുപോലെ തന്നെ നമ്മൾക്ക് അത്രയും നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു സോപ്പാണ് കേട്ടോ കോക്കനട്ട് മിൽക്കിന്റെ സോപ്പ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ. അപ്പൊ നിങ്ങൾക്കും ചെയ്തെടുക്കാനായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ കൊടുക്കാം. അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.